അടൂരിലെ രാഹുലിന്റെ വീട്ടിൽ നിന്നും മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, നേരത്തെ മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിരുന്നു. ചില മാറ്റങ്ങൾ വന്നതായി ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങളെ വാർത്താ സമ്മേളനമുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ മാധ്യമങ്ങളും ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ഉണ്ടാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം, ഇന്ന് മാധ്യമങ്ങളെ കാണുന്നില്ല, പ്രതികരണം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 12 മണിവരെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന വിവരവും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നില്ല എന്നുള്ളതായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കാണും, ചില സുപ്രധാനമായ കാര്യങ്ങൾ പറയും എന്നുള്ള വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ മാധ്യമങ്ങളും ഇന്ന് വൈകിട്ടോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലെ വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ ഇപ്പോൾ തീരുമാനത്തിൽ മാറ്റമുണ്ടായിരിക്കുന്നു. ഇന്ന് മാധ്യമങ്ങളെ കാണേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇന്ന് മാധ്യമങ്ങളെ ഇന്ന് വൈകിട്ട് കാണേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിശദീകരണം. എന്തായാലും കൃത്യമായി തന്നെ രാജി സന്നദ്ധത അടക്കമുള്ള കാര്യങ്ങളിൽ സമ്മർദ്ദമുണ്ടാകുന്നു. രാജി വെക്കാൻ ഘട്ടത്തിലേക്ക് പോകുന്നു. MLA സ്ഥാനം രാജിവെക്കാൻ കൂടുതൽ സമ്മർദ്ദമുണ്ടാകുന്നു. MLA സ്ഥാനം രാജിവെക്കാതെ മുന്നോട്ട് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിക്കും സാധ്യമല്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ ഒരു യുവ നേതാവിന്, കോൺഗ്രസ് നേതാവിന് നേരെ ഉണ്ടാകുമ്പോൾ അതിൽ രാജി സന്നദ്ധത അറിയിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന്, കോൺഗ്രസ് നേതാക്കളിൽ നിന്നൊക്കെ സമ്മർദ്ദം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി മാധ്യമങ്ങളെ കാണാമെന്നുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരെ അടൂരിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്ത്. എന്നാൽ ഇപ്പോൾ അല്പസമയം മുൻപ് അറിയുന്നത്, ഏതാനും നിമിഷം മുൻപ് അറിയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നില്ല, പ്രതികരണം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണമായി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വിശദീകരണം ലഭിക്കുന്നത് ഈ മാധ്യമ സമ്മേളനം വിളിച്ചതിന് ശേഷം വാർത്താ സമ്മേളനം റദ്ദാക്കൽ നേതാക്കൾ ഇടപെട്ടതുകൊണ്ടാണ് എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? അങ്ങനെയാണെങ്കിൽ രാഹുൽ എടുത്ത തീരുമാനത്തിൽ നിന്നും മറ്റേതോ തീരുമാനത്തിലേക്ക് നേതാക്കളടക്കം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ രാഹുൽ രാജിക്കില്ല, രാജി നിലപാടിലേക്ക് രാഹുൽ മാങ്കൂട്ടം പോകുന്നില്ല എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആ രാജി സമ്മർദ്ദം ഏറുകയായിരുന്നു. അത് കോൺഗ്രസ് പാർട്ടിയെയും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെയും ഏറെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നായിട്ട് ഈ വിഷയം മാറുന്നു. രാജിയല്ലാതെ മറ്റൊരു സാഹചര്യമില്ല എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരുപക്ഷെ നേതൃത്വത്തിൽ നിന്നും രാജിക്കായിട്ടുള്ള വലിയ സമ്മർദ്ദം ഉണ്ടായേക്കാം. രാജിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് രാഹുൽ നേതൃത്വത്തെ അറിയിച്ചേക്കാം. അങ്ങനെയൊരു ഇരു ഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വലിയൊരു ഭിന്നിപ്പ് ഉണ്ടായേക്കാം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു തീരുമാനം ഉണ്ടാകുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അതിന് നൽകുന്ന, ഇങ്ങനെ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഇന്ന് വൈകിട്ടോട് കൂടി ഏകദേശം 1 മണിക്കൂറായി ഇന്ന് മുഴുവൻ മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലെ വീടിന് മുന്നിലുണ്ട്. മാധ്യമ സമ്മേളനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മാധ്യമങ്ങൾ മുഴുവൻ. പല കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. രാജിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണം. രാജി സന്നദ്ധത ആണെങ്കിൽ അത് വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയാണെങ്കിൽ അതിന്റെ കൃത്യമായ വ്യക്തമായ മറുപടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉണ്ടാകണം. പക്ഷേ ഇതൊന്നും ഉണ്ടാകാതെ തന്നെ ഈ പ്രതികരണത്തിന് വേണ്ടി കാത്തു നിന്നപ്പോൾ ഇപ്പോൾ അല്പസമയം മുൻപ്, ഏതാനും സമയം മുൻപ് ഇങ്ങനെ വാർത്താ സമ്മേളനം ഇന്ന് നടത്തേണ്ടതില്ല, കൃത്യമായി ചില നേതാക്കൾ ഇടപെട്ടു, നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇന്ന് മാധ്യമ സമ്മേളനം നടത്തേണ്ടതില്ല എന്നുള്ള കാര്യം, ഇടപെടൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിന് വിശദീകരണമായി ഉണ്ടാകുന്നത്. തുടരുക, മിഥുനിലേക്ക് എത്താം. തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, അല്പസമയം മുൻപ് തന്നെ കാര്യം വ്യക്തമാക്കിയതാണ്. രാഹുൽ അഥവാ മാധ്യമങ്ങളെ കണ്ടാലും രാജിപ്രഖ്യാപനം ഇന്നുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് വിനീഷ് പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ രാഹുൽ വാർത്താ സമ്മേളനം റദ്ദാക്കിയിരിക്കുകയാണ്. ഏതു രീതിയിലുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ രാഹുലിന് മേൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിലവിൽ നമുക്ക് മനസ്സിലാക്കാനും അറിയാനും കഴിഞ്ഞത് ഇത്തരത്തിലാണ്. അവസാന ഘട്ടം വരെ നമുക്ക് കൃത്യമായി പറഞ്ഞാൽ അവസാന ഘട്ടം 4 മണി വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രാഹുൽ മാങ്കൂട്ടം രാജിയിലേക്ക് പോകില്ല, തൻ്റെ നിലപാടുകൾ അത് പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ പറയുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലീഡർഷിപ്പിൻ്റെ, KPCC നേതൃത്വത്തിൻ്റെയും ദേശീയ നേതൃത്വത്തിൻ്റെയും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം
മാങ്കൂട്ടം തൽക്കാലത്തേക്ക് ഇതിനെ പ്രതിരോധിക്കേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് നൽകിയത്. ഇനിയൊരു കൂടിയാലോചനകൾക്ക് ശേഷം എന്താണ് തീരുമാനം കൈക്കൊള്ളേണ്ടതെന്ന് സംസ്ഥാന നേതൃത്വവും ഒപ്പം തന്നെ ദേശീയ നേതൃത്വവും വിവരങ്ങൾ ധരിപ്പിക്കും എന്നാണ് ഇപ്പോൾ രാഹുലിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കാണുന്നത് അല്പസമയം മുമ്പ് ഒഴിവാക്കിയിരിക്കുന്നത്. പക്ഷേ അവസാന ഘട്ടം വരെയും രാഹുൽ മാങ്കൂട്ടം നേതൃത്വത്തിന് മുന്നിൽ വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്. തനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയണം എന്ന ഒരു കർശനമായ നിലപാട് രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ചെങ്കിൽ പോലും ശക്തമായി ഇതിനെ എതിർക്കുന്ന തരത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തുന്നു. ഒപ്പം തന്നെ ദേശീയ നേതൃത്വവും എത്തിയ സാഹചര്യമുണ്ടായി. തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടം ഓഫ്ലൈനിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം തൽക്കാലത്തേക്ക് രാജിക്കില്ല എന്ന കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായിരുന്നാലും നിലവിൽ 2 ഘട്ടമായി 2 ചേരിതിരിഞ്ഞുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഒരു വിഭാഗം ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തെ എതിർക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ കോൺഗ്രസ് നേതൃത്വം KPCC നേതൃത്വത്തിൽ നിന്നും ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തെ എതിർക്കുന്നുണ്ട്. അതേസമയം തന്നെ ശക്തമായ പിന്തുണയുമായി ഒരുപക്ഷെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ ഷാബി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ പുറകിലുണ്ട് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണങ്ങൾ മുന്നിലോട്ട് വച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിക്കുള്ളിൽ സംരക്ഷിക്കുന്നവർ എതിർചേരിയിൽ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളോട് വ്യക്തമാക്കുന്നത്. മുകേഷിന്റെ സാഹചര്യം എന്തെത്തി, കടകംപള്ളി സുരേന്ദ്രന്റെ സാഹചര്യം, CPM നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രൻ, മുകേഷ് അടക്കമുള്ളവരുടെ കേസുകൾ എവിടെ എത്തി, അതുകൊണ്ട് ജനങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് മറന്നേക്കും. അല്ലെങ്കിൽ അത്തരം ശബ്ദ സംഭാഷണങ്ങൾ പല ഘട്ടങ്ങളിലായി പുറത്തു വന്നതാണ്. ആ ഘട്ടങ്ങളിലൊന്നും കൃത്യമായി പ്രതിരോധിക്കാൻ പോലും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള CPMന്റെ നേതാക്കൾ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടം ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ല. ഇത്തരം വിഷയങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ രാഹുൽ മാങ്കൂട്ടം സൂചിപ്പിച്ചതുപോലെ ആധുനിക സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ശബ്ദത്തിൽ അത്തരത്തിലുള്ള ഒരു ശബ്ദം ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ പോലും അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ നമുക്ക് കൃത്യമായി ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം കടുത്ത സമ്മർദ്ദത്തിലാണ്. കോൺഗ്രസ് നേതൃത്വം കടുത്ത സമ്മർദ്ദത്തിലാണ്. രാഹുലിനെ സംരക്ഷിക്കുന്നവർ എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം കടക്കും എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകൾ നിർണായകമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് രാഹുലിന്റെ രാജിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയാണ്. അതിലേക്ക് നയിക്കുന്ന ഘട്ടത്തിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, വിനീഷ തുടരുക. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വളരെ നിർണായകമായ ഈ മണിക്കൂറുകളിൽ അവസാന നിമിഷം രാഹുൽ മാധ്യമങ്ങളെ കാണുന്നതിൽ നിന്ന് പിന്മാറുന്നതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ചില നേതാക്കൾ ഇടപെട്ടു എന്നും അറിയാൻ കഴിയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ രാജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഹുലിന്മേൽ സമ്മർദ്ദം ഏറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ രാഹുൽ ഏത് തരത്തിൽ പ്രതികരിക്കും? കാരണം നിരവധി വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിലത്തെ വിഷയത്തിൽ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. അത് ഉത്തരം പറയുകയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമോ എന്നുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അത് കൂടുതൽ ചീത്തപ്പേരാകുമോ എന്നുള്ള ഒരു ഭയം അവർക്കിടയിൽ നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചിലപ്പോൾ ഇനി ഈ രാജി പ്രഖ്യാപനം ഒരു പ്രസ്താവനയായോ മറ്റോ അറിയിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നു എന്നുള്ളതാണ്. നിലവിലേതായാലും രാഹുൽ ഈ രാജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്നില്ല എന്നുള്ളത് പെട്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഈ രാജി പ്രഖ്യാപനം തന്നെയാണ് ഈ രാഹുൽ ഉദ്ദേശിച്ചത്, വാർത്താ സമ്മേളനം നടത്തി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ രാഹുലിൻ്റെ നിലവിലെ കാര്യങ്ങളിൽ കോൺഗ്രസിനകത്ത് സംസ്ഥാന തലത്തിൽ തന്നെ വലിയ സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് VD സതീശനും ഷാഫി പറമ്പിലും ഒക്കെ രാഹുലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുവിഭാഗം വലിയ രീതിയിൽ ശക്തമായ പ്രതികരണവുമായിട്ട് രാഹുൽ രാജിവെക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായവുമായി രംഗത്ത് വരുന്നുണ്ട്. മാത്രമല്ല രാഹുൽ ഇനിയും MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ ഒരുപാട് പരാതികൾ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതാനും KSU പ്രവർത്തകരായ പെൺകുട്ടികൾക്ക് രാഹുൽ മെസ്സേജ് അയച്ചു എന്നൊക്കെ തരത്തിലുള്ള ഏറ്റവും പുതിയ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പെൺകുട്ടികളുടെ പരാതികളും മറ്റുമൊക്കെ ഇനിയും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് നാണക്കേട് ഉണ്ടാവുന്നതിന് മുൻപ് രാജിവെക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. എന്തായാലും അവസാന നിമിഷം
രാഹുൽ മാധ്യമങ്ങളെ കാണുന്നതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. ചില ഉന്നത നേതാക്കളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മാധ്യമങ്ങളെ അടൂരിലെ വീട്ടിൽ കാണും എന്ന് രാഹുൽ അറിയിച്ചിരുന്നു. MLA സ്ഥാനം രാജിവെക്കുമോ എന്നുള്ള ആകാംക്ഷയിൽ തന്നെയായിരുന്നു ഇവരും. രാജിപ്രഖ്യാപനമാകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കെയാണ് അവസാന നിമിഷത്തിലുള്ള രാഹുലിന്റെ മാധ്യമങ്ങളിൽ നിന്നുള്ള ഈ പിന്മാറ്റവും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്.